ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1038/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കോർപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട്. ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അക്കൗണ്ടൻസിയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, capital expenditure are recorded in the option A trading account, option B profit and loss account, option C balance sheet, option D capital account. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടറി കോസ്റ്റ് മീൻസ് ഓപ്ഷൻ എ പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർഹെഡ്, ഓപ്ഷൻ ബി പ്രൈം കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ഓവർഹെഡ്, ഓപ്ഷൻ സി പ്രൈം കോസ്റ്റ് മൈനസ് ഫാക്ടറി എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി പ്രൈം കോസ്റ്റ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർഹെഡ്. അതാണ് ഫാക്ടറി കോസ്റ്റ് ഈക്വൽ ടു അതങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാണ് പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർഹെഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്? ഓപ്ഷൻ എ ബിൽ ഓഫ് മെറ്റീരിയൽ, ഓപ്ഷൻ ബി ബിൻ കാർഡ്, ഓപ്ഷൻ സി സ്റ്റോർസ് ലെഡ്ജർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൽ ഒരു അക്കൗണ്ടിംഗ് റെക്കോർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റോർസ് ലെഡ്ജർ. സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും കാണിക്കും, പിന്നെ എന്താണ് അതിൻ്റെ പ്രൈസും, ക്വാണ്ടിറ്റിയും പ്രൈസും ഉണ്ടായിരിക്കും ഈ സ്റ്റോർസ് ലെഡ്ജറിൽ. ഈ ബിൻ കാർഡ് എന്നൊക്കെ പറയണതിൽ ക്വാണ്ടിറ്റി മാത്രമാണ് കാണിക്കുള്ളൂ, ബിൻ കാർഡിൽ ഓൺലി ക്വാണ്ടിറ്റി. അപ്പോൾ അതൊരു അക്കൗണ്ടിങ് റെക്കോർഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, പ്രൈസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റോർസ് ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൺ ബിലോ. ഓപ്ഷൻ എ ഒബ്സോളസൻസ്, ഓപ്ഷൻ ബി ഡിപ്ലഷൻ, ഓപ്ഷൻ സി എക്സ്ഹോസ്റ്റൻ, ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ. ഇതിൽ ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒബ്സോളസൻസ്, ഡിപ്ലീഷൻ, എക്സ്ഹോഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ്റെ ഓരോ കാരണങ്ങളാണ്. എങ്ങനെയൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ടാകാം എന്നുള്ള കാരണങ്ങളാണ് ഒബ്സോളസൻസും ഡിപ്ലീഷനും എക്സ്ഹോഷനും എല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡിപ്രീസിയേഷൻ. ബാക്കിയെല്ലാം ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നതിനുള്ള റീസൺസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസ്. ഓപ്ഷൻ എ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ബി ബാഡ് ഡെപ്റ്റ്, ഓപ്ഷൻ സി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ. ഇതിൽ നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതാണ് ഇതിൽ നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് at the time of sale of goods. Option A recorded in journal, option B recorded in cash book only, option C recorded in discount allowed account, option D not recorded in account book. ട്രേഡ് ഡിസ്കൗണ്ട് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ സമയത്ത് കൊടുക്കുന്ന ട്രേഡ് ഡിസ്കൗണ്ട് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, അതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിലർ ഒരു റീറ്റെയിലർക്ക് കൊടുക്കുന്നതാണ്. റീറ്റെയിലർക്ക് കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ബൾക്ക് പേയ്മെൻ്റ് എല്ലാം, ഒരു ബൾക്ക് പർച്ചേസൊക്കെ നടത്തുമ്പോൾ ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഒരു അക്കൗണ്ട് ബുക്കിലും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്ക്. ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. ഇനി മറ്റൊരു ഡിസ്കൗണ്ട് നമുക്കുണ്ട്, അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്?
ക്യാഷ് ഡിസ്കൗണ്ട് ഒരു ക്രെഡിറ്റർ ഒരു ഡെപ്റ്റർക്ക് കൊടുക്കുന്നതാണ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തും കേട്ടോ. അത് ഒരു പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് കൊടുക്കുന്നു. അത് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പോൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്താത്തത് ട്രേഡ് ഡിസ്കൗണ്ടും അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ക്യാഷ് ഡിസ്കൗണ്ടുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ₹1000 rent paid to Mohan was debited to Mohan's personal account. This is an example of dash error. Option A, omission. Option B, partial omission. Option C, commission. Option D, principal. അതായത് 1000 രൂപ മോഹന് റെൻറ്റ് പേ ചെയ്തു. അത് മോഹൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് എന്നിട്ട് ഡെബിറ്റ് ചെയ്തത്, റെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ റെൻറ്റ് പേ ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഹന് റെൻറ്റ് പേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത്? റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് ശരിക്കും അതിൻ്റെ എൻട്രി വരേണ്ടത്. പക്ഷേ ഇവരെന്താണ് ചെയ്തത്? ഡെബിറ്റഡ് ടു മോഹൻസ് പേഴ്സണൽ അക്കൗണ്ട്. മോഹൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് തരം മിസ്റ്റേക്കാണ് ഇവിടെ സംഭവിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് തരം മിസ്റ്റേക്ക്? അതിൻ്റെ പ്രിൻസിപ്പിളേ മാറിപ്പോയി. അപ്പോൾ ഇതെന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ആൻസർ ഓപ്ഷൻ ഡി, പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് എൻട്രി ആലോചിച്ചില്ലെങ്കിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ ഓർക്കാവുന്നതാണ്. ഇപ്പോൾ 1000 rupees മോഹന് ഇത് പേ ചെയ്തു, എന്താണ്, റെൻറ്റ് പേ ചെയ്തു. പക്ഷേ മോഹൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് അത് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാം ഇത് പ്രിൻസിപ്പിൾ ആയിരിക്കുന്നു. കാരണം ബാക്കിയുള്ള എറർ എന്ന് പറയുന്നത് ഇപ്പോൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ്. അതായത് നമ്മൾ പകർത്തി എഴുതുമ്പോഴോ ആഡ് ചെയ്യുമ്പോൾ പകർത്തി എഴുതുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ആ മിസ്റ്റേക്കിനെയാണ് നമ്മൾ കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒമിഷൻ ഉണ്ട്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അത് നമ്മൾ ചേർക്കാനേ മറന്നുപോയി, അതിനെയാണ് നമ്മൾ ഈ ഒമിഷൻ എന്ന് പറയുന്നത്. ഈ ഒമിഷനിൽ പാർഷ്യൽ ഒമിഷനും ഉണ്ട്, കംപ്ലീറ്റ് ഒമിഷനും ഉണ്ട്. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ 2 ഭാഗവും ഡെബിറ്റും ക്രെഡിറ്റും അങ്ങനെ 2 ഭാഗവും നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എഴുതാൻ മറന്നുപോയി, വിട്ടുപോയി എന്നുള്ളതിനെയാണ് നമ്മളെന്ത് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല എന്തായാലും ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പ്രിൻസിപ്പിളാണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് കോളം ഇൻ ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ്. ഓപ്ഷൻ എ ഡെബിറ്റ് ബാലൻസ്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് ബാലൻസ്, ഓപ്ഷൻ സി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, ഓപ്ഷൻ ഡി നോട്ട് ബാലൻസ്ഡ്. ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളം എപ്പോഴും കാണിക്കുന്നത് എന്ത് ബാലൻസ് ആയിരിക്കും എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെബിറ്റ് ബാലൻസ്. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, റിപ്പീറ്റഡ് ആണ്. ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളം ഓൾവേസ് ഷോസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഓപ്ഷൻ എ പേഴ്സണൽ, ഓപ്ഷൻ ബി ആർട്ടിഫിഷ്യൽ പേഴ്സണൽ, ഓപ്ഷൻ സി റിയൽ, ഓപ്ഷൻ ഡി നോമിനൽ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്തിനാണ്? പ്രോഫിറ്റ് ഓർ ലോസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഒരു കൺസൈൻമെൻറ്റിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിനാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നോമിനൽ. നോമിനൽ അക്കൗണ്ട് ആണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. If net profit ratio is 30%, then the operating ratio will be option A 50%, option B 70%, option C 100%, option D less than 30%. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 30% ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 30 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണുന്നതിനായിട്ട് 100 - 30 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 70 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ്, 70%.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ അക്കൗണ്ട് ഓഫ് ഡാഷ് കൺവെൻഷൻ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ പോസിബിൾ ബാഡ് ഡെപ്റ്റ് ഔട്ട് ഓഫ് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. ഓപ്ഷൻ എ ഫുൾ ഡിസ്ക്ലോഷർ, ഓപ്ഷൻ ബി കൺസിസ്റ്റൻസി, ഓപ്ഷൻ സി കൺസർവേറ്റിസം, ഓപ്ഷൻ ഡി മെറ്റീരിയാലിറ്റി. ഏതാണ്? ഏതൊരു കൺവെൻഷൻ്റെ ബേസിലാണ് നമ്മൾ എല്ലാ ബാഡ് ഡെപ്റ്റിനും പ്രൊവിഷൻ വെക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ പോസിബിൾ ബാഡ് ഡെപ്റ്റ് ഔട്ട് ഓഫ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. ആ ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ വെക്കും, എല്ലാ ബാഡ് ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ വെക്കും. അതേത് കൺവെൻഷൻ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൺസർവേറ്റിസം. അതായത് കൺസർവേറ്റിസത്തിൽ എന്താ പറയുന്നത്, ഇനി നമുക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളുടെ എല്ലാം സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ലാഭങ്ങളൊന്നും ഉൾപ്പെടുത്താതെയുമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇത് തയ്യാറാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺസർവേറ്റിസത്തിലാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നഷ്ടസാധ്യതകളെല്ലാം ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ എന്താ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് വരൂലേ അതിൽ? പോസിബിൾ ബാഡ് ഡെപ്റ്റ് നമുക്ക് വരാനുള്ള നഷ്ടത്തിൻ്റെ ഇതാണല്ലോ. അപ്പോൾ അത് ഉൾപ്പെടുത്തും, എല്ലാ ഇയറിലും കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് കൺസർവേറ്റിസം. വരാനിരിക്കുന്ന നഷ്ടങ്ങളുടെ സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തി ലാഭസാധ്യതകളെല്ലാം ഉൾക്കൊള്ളിക്കാതെയുമാണ് നമ്മളെന്ത് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. അതാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിലെന്താണ്? ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഫാക്റ്റ് മാത്രമാണ് അതിലുണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ കൺസിസ്റ്റൻസി ആണെങ്കിലോ, കൺസിസ്റ്റൻസിൽ നമ്മളെല്ലാ വർഷവും ഒരേ അക്കൗണ്ടിങ് രീതികളായിരിക്കണം പിന്തുടരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ എന്തെങ്കിലും ഒരു ഒരു താരതമ്യമൊക്കെ ചെയ്യുന്നത് വേണമെങ്കിൽ ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ ഒരേ രീതികളായിരിക്കണം എല്ലാ വർഷവും പിന്തുടരുന്നതെന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസിയിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ബൈ ഇഗ്നോറിംഗ് ഡിപ്രീസിയേഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ടോട്ടൽ ബേസിസ് വർക്ക് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ക്യാഷ് ബേസിസ് വർക്ക് ക്യാപിറ്റൽ, ഓപ്ഷൻ സി ക്രെഡിറ്റ് ബേസിസ് വർക്ക് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ ഇഗ്നോർ ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്, ക്യാഷ് ബേസിസ് വർക്ക് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ബൈ ഇഗ്നോറിംഗ് ഡിപ്രീസിയേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ബേസിസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാലറി പെയ്ഡ് ബൈ ചെക്ക് ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ് കോളം ഇൻ ദ ഡേ ബുക്ക്. ഓപ്ഷൻ എ ക്യാഷ്, ഓപ്ഷൻ ബി ബാങ്ക്, ഓപ്ഷൻ സി അഡ്ജസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി ക്യാഷ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. സാലറി പെയ്ഡ് ബൈ ചെക്ക് അത് ഡേ ബുക്കിലെ ഏത് കോളത്തിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാലറി പെയ്ഡ് ബൈ ചെക്ക് ഏത് കോളമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനിയിപ്പോൾ സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആയിരുന്നെങ്കിലോ? സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആയിരുന്നെങ്കിൽ അത് എവിടെ വരുമായിരുന്നു? ക്യാഷ് കോളത്തിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടെ സാലറി പെയ്ഡ് ബൈ ചെക്ക് ആയതുകൊണ്ടാണ് എന്ത് വന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് കോളത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂ ടു അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻഡിക്കേറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡ്യൂ ടു അക്കൗണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി എക്സ്പെൻസസ്, ഓപ്ഷൻ ഡി ലോസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, അസറ്റ്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അതുപോലെ തന്നെ ഡ്യൂ ബൈ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്യൂ ടു ആണ് ചോദിച്ചേക്കണത്. ആൻസർ ഓപ്ഷൻ എ ആണ്, അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അൺറിട്ടൺ പോർഷൻ ഓഫ് ദ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് എ ഡാഷ് അസറ്റ്. ഓപ്ഷൻ എ ഫിക്സഡ്, ഓപ്ഷൻ ബി കറണ്ട്, ഓപ്ഷൻ സി ടാഞ്ചിബിൾ, ഓപ്ഷൻ ഡി ഫിറ്റീഷ്യസ്. അൺറിട്ടൺ പോർഷൻ ഓഫ് ദ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് നമ്മുടെ ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ, അതെല്ലാം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും പ്രിലിമിനറി എക്സ്പെൻഡിച്ചറും ഒക്കെ വരും. അതെന്ന് പറയുന്നത് അതിൻ്റെ ഗുണം നമുക്ക് മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരിയഡിലേക്ക് നമുക്ക് നീണ്ടു നിൽക്കുന്നതാണെന്ത്?
ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതുപോലെയുള്ള അസറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് അങ്ങനെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ഡിസ്കൗണ്ടഡ് ബില്ല് ഡിസോണേർഡ് ദ അക്സെപ്റ്റർ ക്രെഡിറ്റ്സ്. ഓപ്ഷൻ എ ഡ്രോയർ, ഓപ്ഷൻ ബി ഡ്രോയി ആണ് കേട്ടോ, ഡ്രോയി. ഓപ്ഷൻ സി ബാങ്ക്, ഓപ്ഷൻ ഡി ബിൽ പേയബിൾ അക്കൗണ്ട്. ഡിസ്കൗണ്ടഡ് ബില്ല് ഡിസോണർ ആവുകയാണ്. ഓക്കെ, ഡിസ്കൗണ്ടഡ് ബില്ലിൻ്റെ കാര്യം വരുമ്പോൾ ബില്ലിൽ ഡ്രോയർ, ഡ്രോയി അങ്ങനെ 2 പേരുണ്ട് ബില്ലിൽ. ഈ ഡ്രോയർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഡ്രോയർ എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് കിട്ടാനുള്ള ആളാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോയി എന്ന് പറയുന്നത് ഡെപ്റ്റർ ആയിരിക്കും. ഡ്രോയി എന്ത് ചെയ്യണം? ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്യണം. അതായത് ഡ്രോയി ആണ് അക്സെപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോയി ആണ് നമ്മൾ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. ഡ്രോയി ആണ് ക്യാഷ് കൊടുക്കാനുള്ള ആൾ, ഡ്രോയർ ക്യാഷ് കിട്ടാനുള്ള ആളാണ്. ഓക്കെ, ഈ ഡ്രോയർക്ക് ക്യാഷ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡ്രോയർ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ അത് ബാങ്കിൽ കൊണ്ടുപോയി അത് ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. ബാങ്കിൽ കൊണ്ടുപോയി ആ ബില്ല് കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൈപ്പറ്റുകയാണ്. ആ പേയ്മെൻറ്റ് കൈപ്പറ്റി എല്ലാം കഴിഞ്ഞ് ആ ഡ്യൂ ഡേറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഡ്രോയി ബാങ്കിൽ ആ ക്യാഷ് അടയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഡ്രോയി ബാങ്കിൽ ക്യാഷ് അടച്ചില്ലെങ്കിൽ എന്താണ്? അത് ഡിസോണറായി പോകും. ഓക്കെ, ആ ക്യാഷ് അടച്ചില്ലെങ്കിൽ ഒബ്വിയസ്ലി അത് ഡിസോണർ ആവുന്നു. ഇതാണ് ഡിസ്കൗണ്ടഡ് ബില്ല് ഡിസോണർ ആവുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അക്സെപ്റ്റർ അങ്ങനെ ഡിസോണർ ആവുകയാണെങ്കിൽ, അക്സെപ്റ്റർ അതായത് ഡ്രോയി ആരാണ്? ഡെപ്റ്ററാണ്, ക്യാഷ് കൊടുക്കാനുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡ്രോയി അക്സെപ്റ്ററാണ് ഡ്രോയി. അപ്പോൾ ഡ്രോയി ആരുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഒരു ബില്ല് ഈ ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡ്രോയി ആണ് അക്സെപ്റ്റർ. ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രോയിയുടെ ബുക്കിൽ വരുന്ന ഒരു എൻട്രി ഉണ്ട് ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. അതെന്താണ്? ഡ്രോയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തുവരും? ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് വരും. ബിൽസ് പേയബിൾ അക്കൗണ്ട്, ഡ്രോയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നാണ് ഈ ഡ്രോയി ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രോയിയുടെ ബുക്കിൽ വരുന്നത്. ഡ്രോയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ, ഇനി എങ്ങാനും ഈ ബില്ല് ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ, ഡിസ്കൗണ്ടഡ് ബില്ല് ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു എൻട്രി നേരെ തിരിച്ചു വരും. എന്താ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയർ എന്ന് വരും. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയർ. അപ്പോൾ ഇതിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ആരുടെ അക്കൗണ്ടാണ്? ഡ്രോയറുടെ അക്കൗണ്ടാണ്. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ഡ്രോയർ. ഓക്കെ, അപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അക്സെപ്റ്റർ എന്താണ് ക്രെഡിറ്റ്, ആരുടെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബില്ലിൻ്റെ കാര്യത്തിൽ ഡ്രോയർ ക്രെഡിറ്ററും ഡ്രോയി ഡെപ്റ്ററും ആണ്. ഡ്രോയി ആണ് നമ്മളെ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. ബില്ല് അക്സെപ്റ്റ് ചെയ്യേണ്ട ആൾ ഡ്രോയി ആണ്. അപ്പോൾ ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രോയിയുടെ ബുക്കിൽ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഡ്രോയർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നാണ്. ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അക്സെപ്റ്ററുടെ അതായത് ഡ്രോയിയുടെ ബുക്കിൽ വരുന്നത്. ആൻഡ് ബില്ല് ഈ ഡിസ്കൗണ്ടഡ് ബില്ല് ഡിസോണർ ആവുമ്പോൾ ഡ്രോയിയുടെ ബുക്കിൽ ഇത് നേരെ തിരിഞ്ഞു വരും. ഈ ഇപ്പോൾ പറഞ്ഞ എൻട്രി നേരെ തിരിഞ്ഞു വരും. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയർ എന്ന് വരും. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ഡ്രോയറുടെ അക്കൗണ്ടാണ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡ്രോയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി റവന്യൂ, ഓപ്ഷൻ സി ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ഓപ്ഷൻ ഡി ഫിക്സ്ഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്
ഏത് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അവർ തയ്യാറാക്കുന്നതാണ് ഈ അവർ തയ്യാറാക്കുന്നതാണ് ഇൻകം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും പിന്നെ അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. ഇത് രണ്ടും തയ്യാറാക്കുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ P&L അക്കൗണ്ട് പോലത്തെ ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോമിനൽ അക്കൗണ്ടായിട്ട് വരും. നോമിനൽ നേച്ചറാണ് അതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റവന്യൂ. ഓക്കെ, അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. ഓപ്ഷൻ എ വേരിയബിൾ, ഓപ്ഷൻ ബി പ്രൈം, ഓപ്ഷൻ സി ഫിക്സ്ഡ്, ഓപ്ഷൻ ഡി ഓവർ ഹെഡ്. പീരിയഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പീരിയഡ് കോസ്റ്റിൽ വരുന്നത് നമ്മുടെ സാലറി, റെൻറ്റ്, ഇതെല്ലാം എന്താണ്, പീരിയഡ് കോസ്റ്റാണ്. പീരിയഡ് കോസ്റ്റ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ സി ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിക്സ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ടു ഷുഗർ ഇൻഡസ്ട്രി. ഓപ്ഷൻ എ ജോബ്, ഓപ്ഷൻ ബി ബാച്ച്, ഓപ്ഷൻ സി പ്രോസസ്, ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ്. ഷുഗർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോസസ്. ഷുഗർ ഇൻഡസ്ട്രി മാത്രമല്ല, ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നുപോയി ഉൽപ്പാദനം നടത്തുന്ന അങ്ങനത്തെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രികളിലെല്ലാം അവിടെയെല്ലാം കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോസസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ടിങ്. ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ ക്യാഷ്, ഓപ്ഷൻ ബി ഡിക്രീസ് ഇൻ ലയബിലിറ്റി, ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ക്യാഷ്, ഓപ്ഷൻ ഡി നോ ചേഞ്ച് ഇൻ ലയബിലിറ്റി. ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ അത് ആരായിട്ട് വരും? നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള, നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മളൊരു ബിസിനസ്സാണ് എന്ന് ഓർക്കുക. നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരാണ്. നമ്മുടെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കുറയുകയാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരിക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് വെച്ചേക്കണം. ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കുറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിക്രീസ് ഇൻ ക്യാഷ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കുറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കയ്യിൽ ക്യാഷ് കുറയും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിക്രീസ് ഇൻ ക്യാഷ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ബാങ്ക് ചാർജ് ഓഫ് ₹300 റെക്കോർഡഡ് ട്വൈസ് ഇൻ ദ പാസ്ബുക്ക് വിൽ ബി. ഇവിടെ ക്യാഷ് ബുക്ക് എന്നുണ്ട് കേട്ടോ. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്യാഷ് എന്ന് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ശരിക്കും ഇത് ക്യാഷ് ബുക്ക് എന്നാണ്. വെൻ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ ബാങ്ക് ചാർജസ് ₹300, ബാങ്ക് ചാർജസ് 300 രൂപ 2 പ്രാവശ്യം പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ആഡഡ് ബൈ ₹300, ബി ആഡഡ് ബൈ ₹600, സി ഡിഡക്റ്റഡ് ബൈ ₹300, ഓപ്ഷൻ ഡി ഡിഡക്റ്റഡ് ബൈ ₹600. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പാസ്ബുക്കും, ഇത് എളുപ്പത്തിൽ ആലോചിച്ചാൽ മതി, പാസ്ബുക്കും
ക്യാഷ് ബുക്കും. ഓക്കെ, ഇത് രണ്ടും ഈക്വലായിട്ട് വേണം, ഒരേപോലെ ഈക്വലായിട്ട് നിൽക്കണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ബാങ്ക് ചാർജസ് ₹300 റെക്കോർഡ് ട്വൈസ് ഇൻ ദ പാസ്ബുക്ക്. അതായത് ഈ പാസ്ബുക്കിൽ 300 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാഷ് ഇതിൽ 2 പ്രാവശ്യം എഴുതി, ക്യാഷ് ബുക്കിൽ എഴുതിയോ ഇല്ലയോ എന്നൊന്നും ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ ക്യാഷ് ബുക്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം. പാസ്ബുക്കിൽ എഴുതുമ്പോൾ നമ്മളത് ക്യാഷ് ബുക്കിലും എഴുതും. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാങ്ക് ചാർജസ് ഓഫ് 300 റെക്കോർഡ് ട്വൈസ് ഇൻ ദ പാസ്ബുക്ക് എന്നാണ് പറയുന്നത്. പാസ്ബുക്കിൽ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും പാസ്ബുക്കും ക്യാഷ് ബുക്കും സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ 2 ഭാഗവും സെയിം ആയിരിക്കണം. ഇവിടെ എന്താണ് 300 കൂടുതലാണ് പാസ്ബുക്കിൽ. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ആഡഡ് ബൈ 300. ക്യാഷ് ബുക്കിലും സെയിം ആവാൻ നേരം വേണ്ടി ഇവിടെയും ഒരു 300 ആഡ് ചെയ്ത് കൊടുക്കണം. ആഡഡ് ബൈ ₹300. ഒരു തവണ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് രണ്ടും ഈക്വൽ ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ് ഈസ് എ. ഓപ്ഷൻ എ കറണ്ട്, ഓപ്ഷൻ ബി ഫിക്സ്ഡ്, ഓപ്ഷൻ സി കണ്ടിജൻറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ലയബിലിറ്റി ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞില്ലേ. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി അത് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അത് പിന്നെ ഭാവിയിൽ അടയ്ക്കേണ്ട ആൾ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭാവിയിൽ നടന്നിരിക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വൽ എമൗണ്ട് അവിടെ കിട്ടുന്നത് ഫ്യൂച്ചറിലായിരിക്കും. അതിനെയാണ് അത് കാരണം എന്താണ്, അതൊരു ലയബിലിറ്റി. എങ്ങനത്തെ ലയബിലിറ്റി ആയിരിക്കും? അത് ഒരു കണ്ടിജൻറ്റ് ലയബിലിറ്റി ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ടിജൻറ്റ് ലയബിലിറ്റി. ഭാവിയിൽ നടക്കാവുന്നതായിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള ഒരു ലയബിലിറ്റീനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബിൽ ഡിസ്കൗണ്ടിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ബിൽ ഡിസ്കൗണ്ടിൽ ആരാണ്? ഡ്രോയർ ഡെപ്റ്റർ ആയിരിക്കും, ഡ്രോയി ക്രെഡിറ്റർ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഡ്രോയർ ക്രെഡിറ്റർ ആയിരിക്കും, ഡ്രോയി ഡെപ്റ്റർ ആയിരിക്കും. ഡ്രോയി ആണ് ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. ഒരാൾ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നു, അടുത്ത ആൾ ബാങ്കിലേക്ക് ആ ക്യാഷ് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ കൊണ്ടുപോയി അടയ്ക്കുന്നു. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ അടയ്ക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഓഫ് എ ബിൽ ഡിസ്കൗണ്ട്. ആ ഡ്യൂ ഡേറ്റ് ആകുമ്പോഴാണ് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കേണ്ടത്. അവിടെ ചിലപ്പോൾ അടയ്ക്കാതെയും ഇരിക്കാം. അപ്പോൾ ലയബിലിറ്റി ഓഫ് ബിൽ ഡിസ്കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ലയബിലിറ്റി. അത് കാരണമാണ് ഇത് കണ്ടിജൻറ്റ് ലയബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയറിൽ ഉള്ള ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയറിലേക്ക് വരുന്ന ലയബിലിറ്റിയാണ് ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിവിഡൻഡ് ഈസ് യൂഷ്വലി പെയ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ്. ഓപ്ഷൻ എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എന്തിൻ്റെ പെർസെൻറ്റേജിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെ ആയിരിക്കും ഡിവിഡൻഡ്? നമ്മൾ എടുത്തിരിക്കുന്ന ഷെയറിന് ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓപ്ഷൻ എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതിനനുസരിച്ചിട്ടുള്ള ഡിവിഡൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അൺഎക്സ്പയർഡ് റെൻറ്റ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് റെക്കോർഡഡ് ഇൻ. അൺഎക്സ്പയർഡ് റെൻറ്റ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് റെക്കോർഡഡ് ഇൻ. ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അൺഎക്സ്പയർഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഓക്കെ, നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടച്ചു റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്.
അല്ലേ? നമ്മൾ നേരത്തെ പെയ്ഡ് ചെയ്ത എക്സ്പെൻസ്, ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അടച്ച ഒരു എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു അസറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് എവിടെ റെക്കോർഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താ? അതിൻ്റെ ഒപ്പം വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിലുള്ള ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ് ഈ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അത് എവിടെ റെക്കോർഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയൽ ബാലൻസിൽ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ നമുക്ക് ഈ അൺഎക്സ്പയർഡ് റെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതെവിടെ മാത്രം കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ആൻസർ ഓപ്ഷൻ സി ആണ്, ബാലൻസ് ഷീറ്റ്. ഇനിയിപ്പോൾ ഈ ട്രയൽ ബാലൻസിലല്ല തന്നിരിക്കുന്നത് എങ്കിൽ എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. 2 സ്ഥലത്തും കാണിക്കണം ഇത്. പക്ഷേ ഇതിവിടെ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ മാത്രം കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ആൻസർ ഓപ്ഷൻ സി ആണ്, ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നോ ജേർണൽ എൻട്രി ഈസ് റിക്വയർഡ് ടു ബി പാസ്ഡ് വെൻ ദയർ ഈസ്. ഓപ്ഷൻ എ ബാഡ് ഡെപ്റ്റ്, ഓപ്ഷൻ ബി ലോസ് ഓഫ് ഗുഡ്സ് ബൈ തെഫ്റ്റ്, ഓപ്ഷൻ സി നോർമൽ ലോസ്, ഓപ്ഷൻ ഡി അബ്നോർമൽ ലോസ്. നോ ജേർണൽ എൻട്രി ഈസ് റിക്വയർഡ് ടു ബി പാസ്ഡ് വെൻ ദയർ ഈസ്. അതായത് ജേർണൽ എൻട്രി ആവശ്യമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യണത് ആവശ്യമില്ലാത്തത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നോർമൽ ലോസ്. അതിന് ജേർണൽ എൻട്രി ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 1038/2023 ആണ്. ഇത് അക്കൗണ്ടൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്